ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്ക് ആയിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇലയുടെ തയ്യാറാക്കിയാലോ. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് റാഗിപ്പൊടിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ട മാവ് അതിനനുസരിച്ചുള്ള റാഗിപ്പൊടി എടുക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുകയില്ല, ആ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ മാവൊക്കെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ വെല്ലം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി 2-3 ഏലക്കയുടെ കുരുവും അതുപോലെ ജീരകവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെല്ലം ഉരുക്കിയിട്ട് അതിലേക്ക് തേങ്ങയും ജീരകം എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് വേണമെങ്കിൽ ഫില്ലിങ് തയ്യാറാക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറാക്കുന്നത് കേട്ടോ. ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയിലേക്ക് ജീരകവും ഏലക്കയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങട്ടെ. അത് നന്നായിട്ട് നമുക്ക് തിരുമ്മിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് അരിപ്പൊടി വെച്ചിട്ടുള്ള ഇലയുടെ തയ്യാറാക്കിയപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് പരത്തി കൊടുക്കാം. അതിന് വേണ്ടി ഇല എടുക്കാം. നന്നായിട്ട് തുടച്ചിട്ട് നമുക്ക് കുറേശ്ശെ മാവ് ഇലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കൈ വെച്ച് പരത്തി കൊടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തൂത്തിട്ട് കയ്യിൽ ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് അധികം ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന വിധത്തിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ്ങില്ലേ, ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ അളവിന് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണം. ഞാൻ കുറേശ്ശെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മടക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഇലക്കകത്താക്കിയിട്ട് മടക്കിയെടുത്ത് വേവിക്കാം. അപ്പോൾ ഞാനെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അപ്പച്ചെമ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇലയുടെയൊക്കെ ഇവിടെ റെഡി ആയിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം നല്ല 2 വശവും നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടല്ലേ, ഉള്ളെല്ലാം വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റാഗിപ്പൊടി വെച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ ഹെൽത്തിയാണ്. അധികം വെള്ളമൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവേ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പൊടിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.